പറയണ ഇന്ന് വെറുതെ ഹീറ്റ് ആക്കരുതിട്ട് വരിക ഒന്നും കഴിക്കരുത് പ്രത്യേകം പറഞ്ഞു. ജംഗിൾ ഫുഡ് അല്ല ജങ്ക് ഫുഡ്. ഓ സെക്യൂരിറ്റി കുറച്ച് ലോങ് അല്ലേടി. ഞങ്ങൾക്ക് പോലും അറിയില്ല ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ, ഗൂഗിൾ പേ ഇല്ല എന്നുള്ളത്. സോ വരുന്നവർ ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് ആയിട്ട് തന്നെ വരാം. ഇല്ല ആ സ്നേഹമൊക്കെ ഉണ്ട്, അയച്ചിട്ടൊന്നും വാങ്ങി തരൂല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതിനൊന്നുമല്ല, നമ്മള് കുറച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എന്നോട് ബസ്സിക്കാർ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കാൻ പോവാണ്. അതല്ലെങ്കിൽ സർപ്രൈസ്. സർപ്രൈസ് ഒക്കെ വലിയ സർപ്രൈസാ. എനിക്ക് കൊറേ ഇപ്പൊ കമന്റിലും ഡോക്ടറും ഒക്കെ വിളിച്ച് പറയണേ അവളെ കൊണ്ട് നടത്തിക്കിട്ടോ, അവളെ കൊണ്ട് നടത്തിക്കിട്ടോ. സോ ഇന്ന് എന്നെ കൊണ്ടുപോകാൻ പോകുന്നത് നടക്കാനുള്ള ഒരു അടിപൊളി പ്ലേസിലേക്കാണ്. ശരി എന്നാ ആരാണെങ്കിലും ഇറങ്ങിക്കോ, ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചു പോവാ. അല്ലെങ്കിൽ തന്നെ വയ്യ. ആ വയ്യാത്തോടത്ത് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. ഫുഡൊക്കെ മേടിച്ചു തരും. നടന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് മേടിച്ചു തരും. ആദ്യം നടത്തും. ഞാൻ ഫുഡ് കഴിച്ചിട്ട് നടക്കാം. എല്ലാരും പറയുന്നത് ജൂബി നല്ലോണം ക്ഷീണിച്ചിക്കണേ, മെലിഞ്ഞു പോയി, ഫേസ് ഒക്കെ എന്തോ പോലെ ആയിക്കുന്നു നോക്കേണ്ട നേരാണല്ലോ. ആദ്യം പ്രസവിക്കാൻ നോക്കുക. അതുകൊണ്ട് നമുക്ക് ആദ്യം നടക്കാം. കണ്ടില്ല ഗൈസ്, നമ്മള് നടത്തിക്കാൻ വേണ്ടി പോവാണ് ചുപ്പിന. അത് വെറുതെ പറ. ഭാഷക്കാക്ക ഞാൻ നടത്തിക്കൂല പറഞ്ഞേക്കണം. എന്റെ കൈയും കാലൊക്കെ വേദന ആവണം. കൈയും കാലും വേദന ആവണ്ടല്ലോ. ആദ്യം നമ്മൾ ബേബി പുറത്തേക്ക് വരണ്ടേ, ബേബിനെ പിന്നെ ഒരു കുഴപ്പമില്ലാതെ കിട്ടണ്ടേ. പിന്നെ ആദ്യം വികസനം വരണം. വികസനം വരണമെങ്കിൽ LDF വരണം. ആ വികസനം അല്ല, മറ്റേ എന്താ പറയാ, മനസ്സിലായിക്കണേ. ഞാൻ നടന്നാ പോരെ? നടന്ന് 2 അടി നടന്നിട്ട് ഒരു ബർഗർ, 4 അടി നടക്കുമ്പോ 2 ബർഗർ, 4 അടി നടക്കുമ്പോ 2 ബർഗർ, 6 അടി നടന്നാൽ ഒരു ഫലുഡ. എടി പൊട്ടത്തെ ഞാൻ എന്നെ കൊണ്ടുവരുന്നത് കോട്ടക്കുന്നുമ്പോ ആ സ്റ്റെയർ കയറ്റിക്കാൻ. അവിടെ 100 സ്റ്റെപ്പ് ഇടും. 100 ബർഗറോ? അതല്ല, കോട്ടക്കുന്ന് എങ്ങനെ ഈ റൂട്ട് പോവാ? ഈ റൂട്ട് തന്നെയാണ് കോട്ടക്കുന്ന്. അപ്പൊ നിങ്ങള് വേറെ എവിടെ ആവുന്നല്ല ഗൈസിനെ പറ്റിക്കാണ്. അല്ല, എന്തോ ഒരു സർപ്രൈസിന്റെ മക്കളെ ഒരു സസ്പെൻസും ഇല്ല. സംഭവം തന്നെ കോട്ടക്കുന്ന് നടത്തിക്കുന്നുണ്ട്. അല്ല ആണേ, ഒരിക്കലും ഞാൻ വിശ്വസിക്കൂല. അത്രയും സ്റ്റെപ്പ് ഒന്നും എന്റെ വാസിക കണ്ണിച്ചോരില്ലാത്ത കുട്ടിയൊന്നല്ല എന്റെ വാസികാക്കണം. എനിക്കറിയാം. ഈ ഫുള്ളൊന്നും കേറണ്ട, എന്നെ കൊണ്ട് കേറാൻ എത്ര പറ്റുമോ അത്രയും. ഓനെ ഞാൻ പ്രസവിക്കട്ടോ. പിന്നെ ഞങ്ങൾക്ക് ആ കുന്നിന്റെ മുകളിലൊന്നും ഇന്നെടുത്ത് കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ പറഞ്ഞ എനിക്ക് വയ്യാത്തതല്ല. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം അത്രക്ക് എനിക്ക് ഡേറ്റ് ആയിട്ടില്ല ഒന്നാമത്. പിന്നെ നമ്മളെന്തായാലും ഈവനിങ് എല്ലാരും പറഞ്ഞിങ്ങനെ 2 PV ചെയ്തതുകൊണ്ട് രാത്രി തന്നെ പെയിൻ ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ സൂക്ഷിച്ചിരിക്കാണ് ഇവിടെ. അപ്പൊ ഗൈസ്, ഒന്നെങ്കിൽ ബസ്സിക്കാർക്ക് എനിക്ക് നല്ലൊരു സർപ്രൈസ്, അല്ലെങ്കിൽ സസ്പെൻസ് ഞാൻ പറഞ്ഞില്ലടോ. എന്നെ നടത്തിക്കാൻ കൊണ്ടുപോകണോ എനിക്ക് വിശ്വാസമില്ല. അപ്പൊ ഇങ്ങനെ നടക്കണ്ട. നടന്നല്ല, ഞാൻ വീട്ടിൽ നിന്ന് എത്ര സ്റ്റെപ്പ് ഇറങ്ങി നടക്കുന്നു. അതൊന്നും പോരാ. ഇതെന്തായാലും അത് ഞാൻ പറഞ്ഞിട്ട് ഈ ഉടായ്പ് കാണിക്കണേ. അതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് പൊക്കിയത്. പിന്നെ ഫുഡ് വാങ്ങി തരാനെന്ന് പറഞ്ഞാലേ ഇങ്ങോട്ട് ചാടി പോയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നോണ പറഞ്ഞത്. എനിക്ക് 2 ബർഗർ വാങ്ങി തരും. ബർഗർ 2 3 വാങ്ങി തരാം. അത് ഈ നടക്ക്. ഇത് മലപ്പുറത്ത് അതന്നെ എന്നോട് ഞാൻ പറഞ്ഞത്. ആരാണാവോ ഈ കുരുട്ടുബുദ്ധി പറഞ്ഞു കൊടുത്തത് എന്റെ ബസ്സിക്കാക്ക് ഞാൻ നടക്കണമെന്ന്? കമന്റ് കൊറേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ജുബി നീ നടക്കണം. പക്ഷെ പഠിച്ചോന്ന് ഓർത്തിട്ട് നിങ്ങള് കാണല്ലോ, ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കലുണ്ടോ? ഇല്ല. ഇന്ന് ഞാൻ ബസ്സിക്കാക്കന്റെ 4 ജീൻസാ തിരുമ്പിയത്. 4? 1. എന്നിട്ട് ഒലിമ്പ എന്നെ കൊണ്ട് വിളിച്ച് ആകെ ഒരു ജീൻസ് തിരുമ്പി. അതിനെ കൊണ്ട് ഒലിപ്പിച്ചും ചെയ്തു. ഒരു ജീൻസ് തിരുമ്പി എന്നിട്ട് ബസ്സിക്കാക്കനെ കൊണ്ട് ഒലിപ്പിച്ചു. പക്ഷെ എനിക്കത് പൊന്തൂലല്ലോ. അപ്പൊ ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാൻ മലപ്പുറത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനല്ലടോ, നടക്കാനാണ്. അതിനോട് എത്ര പ്രാവശ്യം പറയണ ഇന്ന് വെറുതെ ഹീറ്റ് ആക്കരുതിട്ട് വരിക. പേര് അതാണ് ഇവിടെ ശരിക്കുള്ള പേര്. ജുബിനെ അഡ്മിറ്റ് ആക്കിയപ്പോ എല്ലാരും ലേബർ റൂമിലും എല്ലാരും വിളിച്ചു ചോദിച്ചത് പേര് അതാണ്. ജുബിനെ അഡ്മിറ്റ് ആക്കിക്കൊണ്ടു. ജുബി അല്ല, ജുബേരിയ ഗൈസ്, ജുബേരിയ. അത് പറഞ്ഞാലേ അവിടെ ഉള്ളവർക്ക് അറിയുള്ളൂ. ശരി ഗൈസ്, ഞാൻ അടുത്തതിൽ കാണാം. അടുത്തതിൽ കാണാനൊന്നുമില്ല, നടക്കണ്ട. ഞാൻ അടുത്തോണ്ട് ബ്ലോഗ് ഈ അവിടെ കട്ടാക്കി ഫുഡ് പോയിക്കാൻ പോയിച്ചിട്ട് എത്ര ഊറ്റത്തിൽ ഇരിക്കണത്. സത്യം എനർജി എപ്പോഴാ വന്നത്? ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ കഴിപ്പിച്ചുതരാം. ആദ്യം നടത്തിച്ചിട്ട് ഞാൻ കഴിപ്പിച്ചോളാം കേട്ടാ. ചെറിയ കുഞ്ഞ് സ്റ്റെപ്പാണ്. എല്ലാവർക്കും അറിയണ്ടാവും കോട്ടക്കുന്നിന്റെ സ്റ്റെപ്പ്. വളരെ ഒരു 3-4 സ്റ്റെപ്പേ ഉള്ളൂ. റെഡി അല്ലേ? ഞാൻ അടുത്ത സെക്യൂരിറ്റിനെ പറയും എന്നെ പീഡിപ്പിച്ചു കൊണ്ടുവരാണ്. പീഡിപ്പിച്ചു കൊണ്ടുവരാൻ പേടിപ്പിച്ചു കൊണ്ടുവരാണ്.
ഞാനും അവനോട് പറയും ഉറപ്പുള്ള കാര്യമാണ് മസത്തെ. അവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ല. എനിക്കൊരു സെക്യൂരിറ്റി ചക്കവരട്ടി ഒന്നും ഇതെവിടെ സ്ഥലം ബസ്സിലാക്കാ? ഇത് കുന്നുമ്മലെത്തിയാലും പിന്നെ കോട്ടക്കുന്നുമ്മലെത്തി. സത്യായിട്ട് ഇപ്പൊ കോട്ടക്കുന്നിനൊക്കെ കൊണ്ടുപോകണം കേട്ടോ. ഇത് പറ്റൂല ബസ്സിലാക്കാൻ. ഇപ്പോഴാണ് എനിക്കത് സസ്പെൻസ് ആയത്. ഇലയിലെ ഊണ്, മസാല ദോശ, നെയ് റോസ്റ്റ്, ലൈവ് ഫുഡിന്റെ ദിമ്മക്കാണ്ട് കണ്ടുപോകുള്ളൂ. നാടൻ ഫുഡിന്റെ ദിമ്മക്ക് മാത്രമേ കണ്ടുപോകുള്ളൂ. ആണ്. ഫുഡ് നല്ലോണം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലട്ടോ ചോറും കറി മാത്രം, അല്ലാതെ വേറെ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കരുത് പ്രത്യേകം പറഞ്ഞു. എനിക്ക് ജംഗിൾ ഫുഡ് ഒന്നും ജംഗിൾ ഫുഡ് അല്ല, ജങ്ക് ഫുഡ്. ഫുഡിന്റെ മക്കളെ ഇതിനോട് ഇംഗ്ലീഷും പറയാൻ പറ്റൂല, മലയാളം എഴുതാനും അറിയില്ല. മലയാളം അത് അതിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസം ഇല്ലാന്ന്. വിദ്യാഭ്യാസം ഇല്ല, നമ്മള് മലയാളം കുറെ കാലം എഴുതാതെ അതിനോടൊരു ടച്ച് വിട്ടു പോലെ. അതാണ് അതന്നെ. അതായത് ജുബിൻ ഫോണിൽ ടൈപ്പ് ചെയ്യണമെങ്കിലും മലയാളത്തിൽ ടൈപ്പ് ചെയ്യൂല, ഇംഗ്ലീഷിലാ ടൈപ്പ് ചെയ്യാ. ഞാനൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ എനിക്ക് മലയാളം കുഴപ്പമില്ലാതെ എഴുതാൻ കഴിയും. ബാസികാക്ക് ഞാൻ കാണിച്ചുതരാം. ഒറ്റ മിനിറ്റ് ബാക്കി ഞാൻ തിരിച്ചുതരാം. ഒറ്റ മിനിറ്റ്. ഇതാ പോണ കോട്ടക്കുന്നിലേക്ക്. ഇവിടെ നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു സ്പോട്ട് നടക്കാനുണ്ടായിട്ട് എന്നെ അവിടെ കൊണ്ടുപോയില്ലെങ്കിൽ ശരിയാവൂല. അതുകൊണ്ടാണ്. അതാ ഇത് മേലേക്ക് കയറാനാണ്. നമുക്കില്ലേ താഴത്തുനിന്ന് മേലേക്ക് നടന്ന് കയറണം, അപ്പോഴേ അതിന്റെ ഒരു എഫക്ട് കിട്ടുള്ളൂ. സോ നമുക്ക് താഴത്തേക്ക് തന്നെ പോവാം കേട്ടോ. ഇത് മേലേക്ക് പോകാനുള്ള വഴി. അതായത് നല്ല തിരക്കുണ്ട്. ബൈക്കൊക്കെ ഇവിടെ നിർത്തിട്ട് അതിന് തിരക്കുണ്ടായിക്കോട്ടെ. നമ്മള് കോട്ടക്കുന്നുമൊക്കെയല്ല, കോട്ടക്കുന്നിന്റെ സ്റ്റെപ്പ് തിരക്കില്ല. അവിടെയുള്ള ആൾക്കാർ ഇന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തല്ല് കുട്ടിയുടെ ബസ്സിലാക്കാം. കുട്ടീനെ എങ്ങനെ നടത്തിക്കാണോ ചോദിച്ചിട്ട്. കുട്ടീന്റെ അല്ലല്ലോ, ഞാൻ തള്ളനല്ലേ നടത്തിക്കണ്. അതന്നെ കുട്ടി ഉണ്ടല്ലോ. എന്നെ പറ്റിച്ച് ഗൈസ്. തിന്നാൻ തരാന്ന് പറഞ്ഞിട്ട് കോട്ടക്കുന്നിന്റെ പാർക്ക് കൊണ്ടുപോയിട്ടിക്കണ്. പാർക്കിങ്ങില് കൊണ്ടുപോയിട്ടിക്കണ്. ആരുമില്ല ഗൈസ്. വിജനമായ സ്ഥലം. എന്ത് വിജനമായ സ്ഥലം? മാസ്കോ എന്തേ? കൊറോണ ഉണ്ടോ? കൊറോണ അല്ല. ആൾക്കാർ വിചാരിക്കും ജുബിയാനെ വിളിക്കും. സബ്സ്ക്രൈബേഴ്സ് ഇല്ല. സോ നടത്ത നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അതിന്റെ മണ്ടയിൽ വരെ നടന്ന് കയറും കേട്ടോ. ഇതിന്റെ മണ്ട അതാ ഇവിടെ ഉണ്ട്, വഴി ഉണ്ട് നടക്കാനുള്ള. മേലെ വരെയുള്ള സ്റ്റെപ്പ് ഉണ്ട്. ആ അത് ഊരെ കിട്ടുമ്പോ നടക്കും. നടക്ക് നടക്ക് നടക്ക്. ഒക്കെ ഞാൻ കാണിച്ചു തരാം മോളെ. ഇവിടുത്തെ സ്റ്റെപ്പ് ഈ കണ്ടിട്ടില്ല, ഇതിന് മുമ്പ് വന്നല്ലേ എന്റെ ഒപ്പം. എന്ത് എന്താ തലൊക്കെ കറങ്ങണ്. തിരിച്ചു പോയാലോ? വേണ്ടല്ലേ, നടക്കാവാ. വടി എടുക്കരുത്. ഞാൻ പ്രത്യേകിച്ച് നടക്കേ നടക്ക്. അതിന് ആ ആയിക്കോട്ടെ. പതുക്കാണെങ്കിലും നടന്നാ മതി. അതിന്റെ മേലിട്ട് നടക്കൂല കോട്ടക്കുന്ന് വരാ. ആദ്യം നടക്കാം, എന്നിട്ട് പിന്നെ ഫുഡ്. ഞാൻ ആദ്യം നമ്മളെ വണ്ടി മെല്ലെ മെല്ലെ വലിയുന്നുള്ളൂ. ഇതിന് ഭേദം വീട്ടിൽ നടക്കാൻ പോകണ്ടായിരുന്നു. കുറച്ചുള്ളൂ. ഇതാ ഇപ്പൊ സ്റ്റെപ്പ് തുടങ്ങിയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഉണ്ട്. ഒരു 100 സ്റ്റെപ്പ് ഉണ്ടാവും അല്ലേ അജു? അതന്നെ നടക്കാൻ വേണ്ടിട്ടല്ലേ മെയിനായിട്ട് നമ്മള് വന്നേ. ഇത് ഫുള്ള് നടക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഞങ്ങൾ മടങ്ങാൻ നിൽക്കായിരുന്നു. കാരണം ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ഒരാൾക്ക് എത്രയോ 10 രൂപ വെച്ചിട്ട് ചാർജ് ഉണ്ട്. പിന്നെ കാറുണ്ടെങ്കിൽ 20 രൂപ വേറെയും വേണം. സോ പക്ഷെ അവിടെ ഓരോരുത്തർ ഗൂഗിൾ പേ ഇല്ല. ഞങ്ങളാണെങ്കിൽ ക്യാഷ് കയ്യിലില്ല. സോ തിരിച്ചു പോകാൻ നിൽക്കാനും. അതല്ല ഇപ്പൊ എല്ലാവരും ഇപ്പൊ അങ്ങനെ ചെയ്യില്ല. ഇപ്പൊ വേറൊരു കാക്ക അവിടെ വരിക്കണ്ടായിരുന്നു. മൂപ്പരും പറഞ്ഞു ഇപ്പൊ ചായ അടിക്കാൻ വരെ ആരും പൈസ കഴിക്കാൻ കരുതില്ല. അതിന് വരെ ഗൂഗിൾ പേ ആണ്. അങ്ങനെ നമ്മൾ നടന്ന് ഒരു ഭാഗത്തോളം കയറി കേട്ടോ. കുറച്ചൊക്കെ കയറി. മതിയോ? എന്നെ കൊണ്ട് കഴിഞ്ഞിടത്തോളം ഈ നടന്നോ? അത് മതി. ഓവർ റിസ്ക് എടുക്കണ്ട. ഏറ്റവും ടോപ്പ് വരുമെന്ന് നമ്മൾ പോകില്ല കേട്ടോ. കാരണം പോയാല് എവിടെ സെക്യൂരിറ്റി കുറച്ച് ലോങ് അല്ലടി. ഇവിടുന്ന് കാണുമ്പോ എടുത്താന്ന് തോന്നും. പക്ഷെ അതിന്റെ അടി കുറെ സ്റ്റെപ്പ് കുറെ കയറാനുണ്ട്. പക്ഷെ നല്ല സുഖാട്ടോ. ഇപ്പൊ ഇനി അത്യാവശ്യം വെയിലുള്ള സമയമാണ്. എന്നാൽ പോലും എങ്ങനെ വെയിലൊന്നും അടിക്കില്ല. കാരണം ഫുള്ള് മരങ്ങളെ കൊണ്ട് കവേർഡ് ആണ്. നല്ല ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ്.
കാറ്റൊക്കെ നല്ല തണുത്ത കാറ്റ്, പക്ഷെ നല്ല ഇപ്പൊ 3 മണി 3:30 ആ നേരമായിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആരുമില്ല. മറ്റേത് കുറച്ച് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ പെരുന്തിരക്കെ കയറിട്ടോ. ഇത് അതിന്റെ ഏറ്റവും സ്റ്റെപ്പിന്റെ അവിടെ ഇവിടുന്ന് നോക്കിയാൽ കാണൂല, അത്രയും മേലെയാണ് സ്റ്റെപ്പ്. അത് ഞാൻ പറഞ്ഞത്, ഇത് ഫുൾ എന്നെ കൊണ്ട് കഴിയൂല. ഗൈസ്, സെക്യൂരിറ്റിന്റെ അവിടെ വരെ എത്തിയില്ല, ബാറ്ററി ലോ ആയി. സോ നമ്മൾ തിരിച്ച് നടക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ച് നടക്കാനുണ്ടല്ലോ അത്യാവശ്യം ലോങ്. ഓക്കെ, ഒന്നും കൂടെ പറ്റുന്ന രീതി ഞാൻ നിർബന്ധിക്കൂല്ലോ കേട്ടോ, എൻ്റെ ഇഷ്ടമാണ്. എന്ത് ഇജ്ജ് തിരിഞ്ഞോ എടോ, ഞാൻ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് നടക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ലേ. പോകുമ്പോ ബർഗർ വാങ്ങി തരാം, ഞാൻ ഇനി പിണങ്ങണ്ട. ബർഗർ ഡോക്ടർ കഴിക്കരുത് ഇങ്ങനെ, അത് വേണ്ട, വേറെ എന്തെങ്കിലും ലൈറ്റ് ജ്യൂസ് വാങ്ങിത്തരാം. ആ, അപ്പൊ യൂ ടേൺ അടിച്ചു. സെക്യൂരിറ്റിന്റെ അവിടെ എത്തിയിട്ടില്ല കേട്ടോ, അവളെ വാക്ക് പോലും പാലിച്ചിട്ടില്ല. അവിടെ നോക്കിയപ്പോ സെക്യൂരിറ്റി എടുത്തായിരുന്നു അല്ലേ, എവിടെ എത്തിയപ്പോ ദൂരൊക്കെ പോയി. സെക്യൂരിറ്റിനാ വേണ്ട, നടന്നു, റിസ്ക് എടുക്കണ്ട, വേണ്ട, ഓവറാക്കണ്ട, നടക്ക് പോട്ടെ. ഇനി ഇറങ്ങുമ്പോൾ നോക്കി, ഞാൻ ഇറങ്ങുമ്പോൾ കൈ പിടിച്ചിറങ്ങി. ഇപ്പൊ മുകളിൽ പോകുന്ന 2 കാക്കാര്, ഒരു തമിഴാണ് കേട്ടോ. തമിഴന്മാരെ അവർക്ക് അറിയില്ല ഇവിടെ സ്റ്റെപ്പ് വഴി മാത്രമല്ല കാർ ഓടിച്ചിട്ടും മുകളിലേക്ക് പോവാം. പക്ഷെ ഇവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് കാറ് വഴി പോകണം. ഇപ്പോൾ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ഒരു വയസ്സായ ഉമ്മമ്മ ഉണ്ടായിരുന്നു, അവർക്കും അറിയില്ല കേറാന്ന്. സോ അതെല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ വരുന്നവര്. ഇതിക്ക് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് കാറായിട്ട് വേണമെങ്കിൽ മുകളിൽ പോവാം, സ്റ്റെപ്പ് കയറാതെ തന്നെ. പക്ഷെ സ്റ്റെപ്പ് കയറുന്നതാണ് ഇതിന്റെ ഒരു ഭംഗി, അതായത് ഇതിന്റെ രസം എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് തന്നെയാണ്. അത് പണ്ടേ അങ്ങനെയാണ്, സ്റ്റെപ്പ് കയറുന്നതായിരിക്കും രസം. പക്ഷെ ഏജുള്ള ആൾക്കാരോ വയ്യാത്തവരൊക്കെ, ഇപ്പോൾ ആ കാക്കാക്ക് കാലിന് ചെറിയൊരു പ്രശ്നമുള്ള ആളാണ്, നടക്കുന്ന ആള്. അപ്പോൾ മൂപ്പരോട് ഞാൻ പറഞ്ഞു, പക്ഷെ മൂപ്പര് പറഞ്ഞ് കുഴപ്പമില്ല, ഞാൻ ഒന്നും കൂടി ശ്രമിച്ച് നോക്കിയിട്ട് തന്നെ അങ്ങനെ നടക്കുന്നുണ്ട് മൂപ്പര്. ഞാൻ പറഞ്ഞു കുറച്ചുണ്ട്, അത്യാവശ്യം ഒരു 100 സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ അതേപോലെ തന്നെ വരുന്നവർ ഗൂഗിൾ പേ അല്ലാതെ ക്യാഷ് കരുതുക, അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം ഞങ്ങൾ വരെ വന്നിട്ട് ഇത്ര എടുത്തില്ല, ഞങ്ങൾക്ക് പോലും അറിയില്ല ഇവിടെ ക്യാഷ് മാത്രമേ എടുക്കുകയുള്ളൂ, ഗൂഗിൾ പേ ഇല്ല എന്നുള്ളത്. സോ വരുന്നവർ ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് ആയിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ ആള് നടന്ന് നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട്. ഫുഡ് വാങ്ങി തരാന്ന് പറഞ്ഞാൽ അപ്പ ചാടി പോകുന്നുള്ളൂ, അതെനിക്ക് നല്ലോണം അറിയാം. എന്തായാലും ഞാൻ വാക്ക് പറഞ്ഞതല്ലേ, ഞാൻ ഫുഡ് മേടിച്ചു തരാം. ഓക്കെ, അടി വേറെ വേണോ? 2 വാച്ചും വാങ്ങി തരാം. അതിലും ലൈക്ക് നടക്ക് വീട്ടിക്ക്. പിന്നെ ഫുഡ് എന്താ മേടിച്ചു തരാം. ടോപ്പൊന്നും ഞാൻ എടുത്തരില്ല. ഇല്ല ഇല്ല ഇല്ല, സ്നേഹമൊക്കെ ഉണ്ട്, അയച്ചിട്ടൊന്നും വാങ്ങി തരൂല.